ഹലോ. അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് പർച്ചേസും കാൽക്കുലേറ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് കൺവേർഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡേസ് 2 അനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ പ്ലസ് അതർ കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇൻഡസ് 2 പ്രകാരം നമ്മൾക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ മുന്നത്തെ ഇല്ലസ്ട്രേഷൻ ചെയ്തായിരുന്നു. ഇതിൽ കോസ്റ്റ് ഓഫ് കൺവേർഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണെന്ന് നമ്മൾക്ക് അസ്യൂം ചെയ്യാം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ വരിക. റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ് ഗുഡ്സ് ആയിട്ട് കൺവേർഷൻ നടക്കുകയാണ് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസും കാൽക്കുലേറ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് കൺവേർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് കമ്പോണൻറ്റ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫാൻറ്റസി ടോയ്സ് മാനുഫാക്ചേഴ്സ് ടോയ്സ് ഇറ്റ് ഹാസ് ഇൻകർഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ്. ഫാൻറ്റസി ടോയ്സ് എന്ന് പറയുന്ന ഒരു ടോയ് മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, റിബേറ്റ് ഓൺ പർച്ചേസ് ഉണ്ട്, കൂടാതെ വേജസ്, ഡിപ്രീസിയേഷൻ മെഷീനറി, ഇലക്ട്രിസിറ്റി ചാർജസ്, ഫാക്ടറി സൂപ്പർവിഷൻ ചാർജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നോക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് പർച്ചേസും കാൽക്കുലേറ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് കൺവേർഷനും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇൻഡേഴ്സ് പ്രകാരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്. കോസ്റ്റ് ഓഫ് പർച്ചേസ്, അപ്പോൾ രണ്ട് കമ്പോണൻ്റാണ്. അതിൽ ആദ്യത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് എന്തൊക്കെയാണ് പർച്ചേസിൽ എടുക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസിൽ എന്തൊക്കെ വേണം. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, അതായത് പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് റിബേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി, നോൺ റീഫണ്ടബിൾ ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, പിന്നെ വേറെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ആയിക്കോട്ടെ രണ്ട് കാര്യമുള്ളൂ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, അതിൽ നിന്ന് റിബേറ്റ് അല്ലെങ്കിൽ സബ്സിഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ രണ്ട് കോസ്റ്റ് ഓഫ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 6 lakh ഉണ്ട്, റിബേറ്റ് ഓൺ പർച്ചേസ് 30,000 ഉണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, കോസ്റ്റ് ഓഫ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഈക്വൽസ് 6 lakh അല്ലേ. 6 lakh എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 6 lakh. ഇനി നമ്മൾക്ക് റിബേറ്റ് ആണ് തന്നിരിക്കുന്നത്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ ലെസ് റിബേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 30,000 തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. അപ്പോൾ റിബേറ്റ് നമുക്ക് ഇവിടെ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഈക്വൽസ് കോസ്റ്റ് ഓഫ് പർച്ചേസ് 6 lakh മൈനസ് 30,000 എന്ന് പറയുമ്പോൾ 5,70,000. ഇതാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടി. കോസ്റ്റ് ഓഫ് പർച്ചേസ് നമ്മൾക്ക് 5,70,000 കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആണ്. കോസ്റ്റ് ഓഫ് കൺവേർഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സിൻ്റെ സമ്മാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേജസ്, നമുക്കറിയാം വേജസ് ഡയറക്റ്റ് കോസ്റ്റ് ആണ് അല്ലേ. വേജസ് ആൻഡ് സാലറി ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ് വേരിയബിൾ ഓവർ ഹെഡ് ആണ്. ഫാക്ടറി സൂപ്പർവിഷൻ ചാർജസ് ഫിക്സ്ഡ് ചാർജാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഈ 4 കാര്യങ്ങളുടെ സമ്മിനെയാണ് എന്ത് പറയുക? കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുക. നമുക്കപ്പോൾ അത് നോക്കാം. കോസ്റ്റ് ഓഫ് കൺവേർഷൻ കോസ്റ്റ് ഓഫ് കൺവേർഷൻ കോസ്റ്റ് ഓഫ് കൺവേർഷൻ. ഓക്കെ, എന്തൊക്കെ ചേരുന്നതാണ്? വേജസ് നമ്മുടെ പ്രോബ്ലത്തിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. വേജസ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേജസ് ആൻഡ് സാലറീസ് എന്ന് പറഞ്ഞായിരിക്കും തരിക, അല്ലെങ്കിൽ ഫാക്ടറി വേജസ് എന്നൊക്കെ ആയിരിക്കും തരിക. ഇവിടെ വേജസ് എത്രയാണ് തന്നിരിക്കുന്നത്? 1,10,000 ഉണ്ട്. 1,10,000. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആണ്. ഡിപ്രീസിയേഷൻ പ്രോബ്ലത്തിൽ 2,000 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 20,000 ആണ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് 20,000. ഇനി ഫാക്ടറി സൂപ്പർവിഷൻ ചാർജസ്, അടുത്ത ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഫാക്ടറി സൂപ്പർവിഷൻ
വിഷൻ ചാർജസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നേക്കുന്നത് 10,500 ആണ്. ഇനി വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡായിട്ട് ഇലക്ട്രിസിറ്റി ചാർജസ് തന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജസ് അത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോളിയം അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ 16,500 ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് വേജസ് 1,10,000, ഡിപ്രീസിയേഷൻ 20,000, സൂപ്പർവിഷൻ ചാർജസ് 10,500, ഇലക്ട്രിസിറ്റി ചാർജസ് 16,500. ഇതിൻ്റെ സം ടോട്ടൽ എന്ന് പറയുന്നത് 1,57,000. അപ്പോൾ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടി, കോസ്റ്റ് ഓഫ് കൺവേർഷൻ കിട്ടി അല്ലേ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് 1,57,000 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവിടെ കോസ്റ്റ് ഓഫ് പർച്ചേസും കോസ്റ്റ് ഓഫ് കൺവേർഷനും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ നമ്മളുടെ അടുത്ത് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിവിടെ 7,27,000 കിട്ടും. നിങ്ങളുടെ അടുത്ത് സെപ്പറേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പർച്ചേസും കോസ്റ്റ് ഓഫ് കൺവേർഷനും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. കോസ്റ്റ് ഓഫ് പർച്ചേസ് ഈക്വൽസ് 5,70,000, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഈക്വൽ 1,57,000. പകരം ഇവിടെ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്നാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 5,70,000 പ്ലസ് 1,57,000. അപ്പോൾ നമുക്ക് 7,27,000 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡേഴ്സ് അനുസരിച്ച്, ഇൻഡേഴ്സ് 2 അനുസരിച്ച് കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്രൈസും കോസ്റ്റ് ഓഫ് കൺവേർഷനും കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.